നമ്മളിവിടെ ബൈനറി ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര സിമ്പിളാണ്. ഇത് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ബൈനറി വാച്ച് നോക്കാം. ഇതിപ്പോൾ ഇതുവരെയുള്ളത് കുഴപ്പമില്ല, അടുപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി അടുത്തത് ബൈനറി വാച്ച് നോക്കാം. ബൈനറി വാച്ചിൽ എന്താ പറയുക വെച്ചാൽ ബൈനറി വാച്ച് ഹാസ് 4 LEDs on the top to represent the hours 0 to 11 and 6 LEDs on the bottom to represent the minutes 0 to 59. Each LED represents a 0 or 1 with the least significant bit on the right. For example, the below binary watch reads 4:51, 4:32 plus 16, 48, 50, 51. Oh, okay. 4:51. അടിപൊളിയാണല്ലോ. Given an integer turned on which represents the number of LEDs that are currently on, ignoring the PM. Okay, അത് വിടാം. Return all possible times the watch could represent. You may return the answer in any order. Hour must not contain a leading zero. For example, 0100 is not valid. It should be 100. Minute must contain of 2 digits and may contain a leading zero. Leading zero വേണം. Okay. നമുക്കതൊരു സ്ട്രിങ്ങിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും തന്നെ ഉള്ളൂ. 0 വരുന്നത് 2 വാല്യൂസ് എന്തായാലും നിർബന്ധം വേണം. ബാക്കിലൊന്നും ഫ്രണ്ടിലും അങ്ങനെ നിർബന്ധം ഇല്ല എന്ന് എഴുതാൻ പറ്റും. ഇനി ടേൺ ഓൺ ഈക്വൽ ടു 1. അപ്പോൾ 1 ടേൺ ഓൺ ആവുകയാണെങ്കിൽ എന്തൊക്കെ വരും? 1 ടേൺ ഓൺ ആയാൽ 0001 വരണം, 0002 വരണം, 0004 വരാം, 0008 വരാം, 0016 വരാം, 0032 വരാം, 100 വരാം, 200 വരാം, 400 വരാം, 800 വരാം. അല്ലേ? കറക്റ്റാണ്. ഇൻപുട്ട് ടേൺ ഓൺ ഈക്വൽ ടു 9. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. 10 ഉണ്ട്. 9 വരെ ട്രെയിൻ ആണ്. അപ്പോൾ നമുക്കൊരു 8 ഒഴിവാക്കാം. 8 ഒഴിവാക്കിയിട്ട് നമുക്ക് ഇടുകയാണെങ്കിൽ 4 2 6 1 7. അപ്പോൾ 7 മണി 32, ഇത് 48, 56 മാറും. 56 കുഴപ്പമില്ല. 60 പറഞ്ഞിട്ട് പിന്നെ ബാക്കി വരും. അപ്പോൾ അത് വരില്ല. എന്തായാലും മുകളിൽ നമുക്കിപ്പോൾ മുകളിൽ ഇനിയിപ്പോൾ 9 എന്ന് പറയുമ്പോൾ 10 9 ആകെ നമുക്ക് 8 മാത്രമേ ഒഴിവാക്കാൻ പറ്റില്ല. വേറെ ഒന്നും വന്നാലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് എന്തായാലും നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു സിനാരിയോ തരില്ല. വാലിഡ് ആയിട്ടുള്ള സിനാരിയോ തരാത്തതുകൊണ്ട് നമുക്ക് എം ടി ലിസ്റ്റ് കിട്ടി. ഓക്കെ, 10 വരെ ടേൺ ഡൗൺ പറ്റില്ല. അങ്ങനെ 10 ഉള്ളൂ, 10 LED ഉള്ളൂ. ഓക്കെ, അപ്പൊ 9 കഴിഞ്ഞ് 10 എത്തുമ്പോൾ തന്നെ 9ഉം 10ലും നമുക്ക് തെറ്റായിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. അതാണ് എം ടി ലിസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു വാല്യൂ ഏത് വാല്യൂ വരെയാണ് നമുക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അത് അതിനനുസരിച്ചിട്ട് കണ്ടീഷൻ ഇട്ടിട്ട് തുടങ്ങിയാലും മതി. ഒരു എക്സിറ്റ് ഒരു ബൗണ്ടറി കണ്ടീഷൻ ഇട്ടിട്ട് തുടങ്ങാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ ഇൻറ്റീജർ അറിയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതില് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താ വെച്ചാൽ നമുക്ക് ഹവറിനെ നമുക്ക് 8ഉം 4ഉം 2ഉം 1 ആയിട്ടുള്ള ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ മിനിറ്റിനെ 32 16 8 4 2 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഇതൊക്കെ ബൈനറി ഡിജിറ്റ്സ് ആണ്. ഇത് 2⁴ വരെ, ഇത് 2⁵ വരെ, അല്ല 2⁵ വരെ, ഇത് 2⁵ വരെ, അല്ലെ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹവറിന്റെ മിനിറ്റിന്റെ റെപ്രസെന്റേഷൻ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്പർ ഓഫ് ബൾബ്സ് ടേൺഡ് ഓൺ, നമ്പർ ഓഫ് ബൾബ്സ് ടേൺഡ് ഓൺ ഈക്വൽ ടു നമ്പർ ഓഫ് വൺസ് that is in hour plus minute. നമ്പർ ഓഫ് വൺസ് ഹവറിലും മിനിറ്റിലും എത്രയാണുള്ളത് അതാണ് നമ്മുടെ നമ്പർ ഓഫ് ബൾബ്സ് ടേൺഡ് ഓൺ എന്നുള്ളതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ ഒരു ബൾബ് ടേൺ ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം, അങ്ങനെ നമ്മൾ എഴുതി പോയി. ഇതായിരുന്നു നമ്മുടെ ഒരു എക്സാമ്പിൾ, അല്ലെ? അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇതിനെ നമ്മള് ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കുക. നമുക്ക് 8 എന്ന് പറയുന്നത് എന്താവും? 0 അല്ല 8 എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ 100
അല്ലേ? 1 0 0 1 0 0 1 0 1. ഇതെന്തായി മാറും? നമുക്ക് ഇവിടെ എന്തായാലും ഒന്ന് 1 0 0 0 0 0 1 0 0 0 0 1 0 0 0 1 0 0 1 0 1 അല്ലേ? അപ്പൊ ഈ എല്ലാത്തിന്റെയും കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഈ വാല്യൂ കിട്ടും. ഇവിടെ ഒന്നേ ഉള്ളൂ, ഒരു വണ്ണേ ഉള്ളൂ. അപ്പൊ ഇത് കിട്ടും. ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്ന് കിട്ടും, ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. അതാണ് നമ്മള് സിംഗിൾ ആയിട്ടുള്ള ഒരു ബൾബ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം കിട്ടാനുള്ള സാധ്യത ഉണ്ടായത്. അപ്പോൾ എന്താണ് നമുക്ക് ഇനി എന്താണ് നമുക്ക് മനസ്സിലായില്ലേ? എന്താ നമ്പർ ഓഫ് ബൾബ്സ് ടേൺഡ് ഓൺ ഈക്വൽ ടു നമ്പർ ഓഫ് വൺസ് ദാറ്റ് ഈസ് ഇൻ ഹവർ പ്ലസ് മിനിറ്റ് ആണ്. ഹവറിലും മിനിറ്റിലും എക്സിസ്റ്റ് ചെയ്യണം, അത് പ്ലസ് ചെയ്യണം അല്ലെ? നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഫോർ ലൂപ്പ് എന്തിന്റെ മുകളിൽ കൂടെ പോകണം? നമ്മുടെ ഫസ്റ്റ് നമ്മുടെ 12 ഹവേഴ്സ് ഉള്ള ഇതിൽ കൂടെ പോകണം. അപ്പൊ 4 ഹവർ ഇൻ നമുക്ക് എന്താണ് റേഞ്ച് ഓഫ് 12 12 മണി വരെ പോകണം. പിന്നെ എന്താണ് 4 മിനിറ്റ് ഇൻ റേഞ്ച് ഓഫ് 60 വരെ പോകണം. അപ്പൊ നമുക്ക് എന്താണ് ഹവറിന്റെയും മിനിറ്റിന്റെയും റേഞ്ച് കിട്ടും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ സെയിം പറഞ്ഞ കൺസെപ്റ്റ് ആണ്. എന്താണ് ഇഫ് നമ്മുടെ ടേൺഡ് ഓൺ എന്നുള്ളത് ഇതിനോട് ഈക്വൽ ആവണം. എന്താണ് ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് എന്തിന്റെ ഈ വാല്യൂസ് അല്ലേ? ഈ ഹവറിന്റെയും മിനിറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് എന്താ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുന്നു. ഇവിടെ നമ്മൾ റേഞ്ച് എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഓരോ സമ്മുകൾ വരിക അല്ലെ? അപ്പൊ നമുക്ക് ഓരോ സമ്മും കിട്ടും. അപ്പൊ നമുക്ക് സം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 8 + 4 12 വിചാരിക്കാം. നമ്മുടെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് 11 വിചാരിക്കാം. അപ്പൊ 11 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ആദ്യം 2 വരും, 4 വരും. എന്താണ് എങ്ങനെയാണ് 11ക്ക് വരിക അല്ലെ? അപ്പം 11 നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? നമുക്ക് എന്താണ് 1 വന്നു, 2 വന്നു, പിന്നെ 4 8 വന്ന് കറക്റ്റ് അല്ല. അപ്പൊ 8 വരില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യാം 1 0 1 1 റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് 11 കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്താണ് 11 റെപ്രസെന്റ് ചെയ്യുക. ഇത് 3 വരും, 8 വരും, 8 + 3 11 വരും. അല്ലെ? 1 0 1 1 റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് ഇതില് 3 ബൾബ് ടേൺ ഓൺ ചെയ്യണമെന്നാണ്. അപ്പൊ 3 ബൾബ് ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് 11ലോട്ട് എത്താനുള്ള സാധ്യത ഉള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ് ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഈ വാല്യൂസ് അല്ലെ? അപ്പൊ ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് ഹവറും അതിന്റെ കൗണ്ട് ഓഫ് എന്താണ് 1 എത്ര 1 ഉണ്ടെന്ന് നോക്കണം. പ്ലസ് ബൈനറി റെപ്രസെന്റേഷൻ ഓഫ് മിനിറ്റ് എന്നിട്ട് നമ്മൾ എന്ത് വെക്കണം? കൗണ്ട് ഓഫ് 1. അപ്പൊ ഇത് രണ്ടിന്റെയും അഡീഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? നമ്മുടെ ടാർഗറ്റ് വാല്യൂനോട് ഈക്വൽ ആക്കണം. ടാർഗറ്റ് വാല്യൂ എന്തായിരുന്നു? ടേൺഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു നമ്മുടെ ടാർഗറ്റ് വാല്യൂ. അപ്പോൾ അതിനോട് ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ഇതിനെ ഒരു റിസൾട്ടിലോട്ട് നമ്മുടെ അപ്പൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ വാല്യൂസിനെ. പക്ഷെ നമ്മൾ എങ്ങനെയാണ് അപ്പൻഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഹവറിനെയും മിനിറ്റിനെയും നമുക്ക് എന്താണ് കറക്റ്റ് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇത് ഹവറിനാണെന്നുണ്ടെങ്കിൽ മിനിറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? മിനിറ്റ് 0 to d ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് എന്തായാലും അർത്ഥം എന്ന് വെച്ചാൽ എന്താ 2 ഡെസിമൽ വരണം. എന്താണ് മിനിറ്റിന് എന്തെന്നെ ആയാലും 2 ഡെസിമൽ വരണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ റിസൾട്ടിനെ കിട്ടും. റിട്ടേൺ ചെയ്യാൻ റിസൾട്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്ക് കോഡിലോട്ട് കിടക്കാം. കോഡിൽ നമുക്ക് എന്താണ് സെയിം ആണ് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ നമുക്ക് പറഞ്ഞത്. അതേപോലെ ഇത് എന്താ വെച്ചാൽ നമുക്ക് ഈ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചില ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ആ കൺസെപ്റ്റ് വെച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടില്ല. ഇവിടെ നമുക്ക് ബൈനറി റെപ്രസെന്റേഷൻ ഉപയോഗിക്കണം എന്ന് അവർ ഓൾറെഡി പറഞ്ഞു നമ്മൾക്ക്. നമ്മൾ ബൈനറി റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് തന്നെ ഫസ്റ്റ് വാല്യൂ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അതാണ് ബൈനറി റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. വെറുതെ നമ്മൾ എന്താണ് ഇതിന്റെ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു സമ്മ് 12 വരെയുള്ള സമ്മ് ഒരു ബൈനറി റെപ്രസെന്റേഷൻ ആയിട്ടാണ് മാറുക. ആ ബൈനറി റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്യാന്ന് നമുക്കറിയാം. എന്താ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓരോന്നിന്റെയും ബൈനറി റെപ്രസെന്റേഷൻ കിട്ടും. അപ്പൊ ബൈനറി റെപ്രസെന്റേഷൻ വെച്ചിട്ട് കിട്ടുന്ന വൺസ് ആ 1 വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഓരോന്നിന്റെയും കൗണ്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്താണ് ഇപ്പൊ നമുക്കൊരു 11 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 11 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസറിൽ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ 11 മുകളിലും വരാം താഴത്തും വരാം അല്ലെ? അപ്പൊ 11 മുകളിലും വരാം താഴത്തും വരാം. അപ്പൊ 11 മുകളിൽ വരണം എന്നുണ്ടെങ്കിൽ എന്താണ് 3 ബൾബ് കത്തണം. 3 ബൾബ് കത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ 3 ബൈനറി റെപ്രസെന്റേഷന്റെ വൺസിന്റെ പൊസിഷനിൽ 3 ബൈനറി റെപ്രസെന്റേഷന്റെ അവിടെ എന്താണ് നമുക്ക് ബൾബ് എത്തിയാൽ മാത്രമേ 11 വരുള്ളൂ എന്ന് പറയുന്നത്. അത് അടിയിലാണെങ്കിലും വരണമെങ്കിലും മുകളിലാണെങ്കിൽ വരണമെങ്കിലും നമുക്ക് എന്താണ് അത്ര വേണം എന്ന് പറയുന്നത്. 3 ബൈനറി റെപ്രസെന്റേഷൻ വരാം.
മൂന്ന് ബൈനറി എന്താണ് ഇതിൽ വരെ ബൾബ് 3 LED വരെ കത്തണം. 3 LED കത്തിയാൽ മാത്രമേ 11 കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതേ സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഹവറിനും ഉപയോഗിക്കുന്നത്, മിനിറ്റിനും ഉപയോഗിക്കുന്നിട്ട് നമ്മൾ എത്ര എന്താണ് ബൾബ് വരെ അവർ കത്താം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രയും ബൾബ് വരെ നമുക്ക് കത്തിച്ചിട്ട് നമുക്ക് എന്താണ് ടേൺഡ് ഓൺ എന്നാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് റിസൾട്ട് നമുക്ക് ഇത് കിട്ടും. ഇവിടെ നമുക്ക് എന്താണ് n² എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. 12 × 60 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്ര എഴുതേണ്ട ആവശ്യമില്ല. ഇതൊരു എന്താണ് സിംഗിൾ ഇതായിട്ട് എന്താ പറയാ 12 × 60 വാല്യൂസ് മാത്രമേ ഇതിൽ വർക്ക് ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അത്രയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. നമ്മളിതൊന്ന് റൺ ചെയ്യാൻ വിട്ടുപോയി. റൺ ചെയ്ത് നോക്കാം. ആകെ ഈ പൊസിഷനിലുള്ളത് തന്നെയുള്ളൂ. സെയിം ആണ്. ഇതും അതേപോലെ കൗണ്ട് റൺ തന്നെയാണ്. ഇതും സെയിം തന്നെയാണ്. നമുക്ക് ആകെ 4 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താണ് ശരിക്കും ആൻസർക്ക് തന്നെ എത്തിയതായിട്ട് നമുക്ക് ഇതിൽ കാണാനുള്ളൂ. കണ്ടതിൽ നന്ദി.